4 എന്ന ജന്മസംഖ്യ. 4 ജന്മസംഖ്യക്കാർ നല്ല ജന്മസംഖ്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റീഷ്യന്മാർ, ഒരു പരിധിവരെ രാഹു വൈദ്യകാരകൻ കൂടിയാണ്, ഡോക്ടേഴ്സ്, ആയുർവേദം പോലുള്ള ഡോക്ടർമാരാവുന്നത് ഒക്കെ 4 ജന്മസംഖ്യക്കാരാണ്. പക്ഷേ ഇവർക്കുള്ളൊരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും. അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു നിർബന്ധം ഉണ്ടാവും, ഞാനുമായിട്ട് ഇടപെടുന്നവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചായിരിക്കും. ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെങ്കിലും മിക്കവാറും ഫ്രണ്ട്സുമായിട്ടൊക്കെ വഴക്കിടാനൊക്കെ പറ്റും. വഴക്കൊക്കെ ഇട്ടവർ ഇടയ്ക്കങ്ങ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കത്തില്ല. പെട്ടെന്ന് അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പാവും. അവർ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ അവരൊരു സാധനം വച്ചു, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സാധനം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം. അതായത് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്. അദ്ദേഹം ഇടപെടുന്ന സ്ഥാപനങ്ങളും നിൽക്കുന്ന പരിസരങ്ങളും എല്ലാം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും, വേറെ ആളോ അഴുക്കാക്കിയോ അല്ലെങ്കിൽ വെച്ച സാധനം എടുത്ത് മാറ്റി വെച്ചത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഈ 4 ജന്മസംഖ്യക്കാർ. എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, റിബലായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ചില പൊളിറ്റീഷ്യന്മാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ അവരുടെ ഗ്രൂപ്പിനകത്ത് ഒരു വേറിട്ട ശബ്ദമുള്ളവരായിരിക്കും, റിബൽ എന്ന് പറയും. അപ്പോൾ അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കണ്ണിങ്ങായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. കേൾക്കുന്നവർക്ക് ഭയങ്കര റഫ് പേഴ്സണാണോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന്, പക്ഷേ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാകും.